2.5 വർഷക്കാലം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കോഴിക്കോട് സൗത്ത് MLA ആയ അഹമ്മദ് ദേവർകോവിൽ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഗൗരവമായ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകില്ല. കാരണം ഒരു മന്ത്രിക്ക് നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയരുന്നു. എന്നിട്ട് മന്ത്രി സ്വാഭാവികമാണ് അത് നിഷേധിക്കും. അങ്ങനെ തന്നെ ഇവിടെ അഹമ്മദ് ദേവർകോവിലും നിഷേധിച്ചിട്ടുണ്ട്. ഈ PFIയുടെ സ്ലീപ്പർ സെല്ലുമായൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വരുന്നു. EDക്ക് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ എങ്ങനെയാണ് എന്ന് കണ്ടെത്തി അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഷമീർ പയ്യനങ്ങാടി എന്ന് പറയുന്ന ഒരാൾ പരാതി നൽകുന്നു. നമ്മളൊക്കെ ഈ PFI എന്ന് കേൾക്കുമ്പോൾ അവരുടെ ആശയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അവരെന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മന്ത്രിക്ക് ഈ PFIയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ മന്ത്രി എന്തായിരിക്കും ഈ ഒരു സംഘടനയിൽ ചേർന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? മന്ത്രി സംഘടനയിൽ ചേർന്നതല്ലോ, സംഘടനയിലുള്ളവരെ മന്ത്രിയാക്കിയതാണ്. കാരണം അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന INLന്റെ നേതാവ്, അദ്ദേഹത്തെ ഒരുപക്ഷെ സൗത്തിൽ നിർത്തി CPMന്റെ കെയർ ഓഫിൽ തന്നെ ജയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അല്ലെങ്കിൽ CPMന്റെ സഹായത്തോടു കൂടിയാണ് വളരെ തുച്ഛമായ വോട്ടിനാണ് അദ്ദേഹം ജയിക്കുന്നത്. ജയിച്ചു. ഒരു MLA മാത്രമാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ആകപ്പാടെ ഒരു MLA മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് INLന് MLA ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ എൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അദ്ദേഹത്തെ 2.5 കൊല്ലക്കാലം മന്ത്രിയാക്കി. ആ മന്ത്രിയാക്കിയതിന് ശേഷം അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന ആൾ INL എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ്, വളരെ വിരളമാണ്. ആ പാർട്ടിക്കകത്ത് ഈ മനുഷ്യൻ മുഖാന്തരം പാർട്ടി രണ്ടായിട്ട് വിഭജിച്ചു പോകുന്ന, അല്ലെങ്കിൽ 2 ചേരിയിലാകുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സമയത്ത് INLന്റെ നേതൃത്വം തന്നെ അഹമ്മദ് ദേവർകോവിലിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള രീതിയിൽ പിണറായി വിജയന്റെ അടുത്ത് ഇടപെടുകയും പിണറായി വിജയൻ അത്തരത്തിൽ ഇദ്ദേഹത്തോട് താല്പര്യമുള്ളതുകൊണ്ട് മാത്രം 2.5 കൊല്ലം മന്ത്രിയായിട്ട് ഇരുന്നു പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെയുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്നതാണ്. അപ്പം ഇതിനകത്ത് തീവ്ര സ്വഭാവമുള്ള ഒരു പാർട്ടി എന്ന് തന്നെ വേണം INLനെ കരുതാൻ. അത് നമ്മൾ എത്ര പറയുമ്പോഴും നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ PFI അല്ലെങ്കിൽ SDPI മറ്റ് പല സംഘടനകളുടെയും അതേ സ്വഭാവവും അതേ വാശിയും വീറും ഒക്കെയുള്ള, അല്ലെങ്കിൽ അതേ മാനസികാവസ്ഥയുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലിയോട് അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ നിൽക്കുന്നതൊക്കെ ഒരു പാർട്ടിയൊക്കെ തന്നെ INL. മനസ്സിലാവുന്നുണ്ടോ? അതിനോട് തുലനം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് അത്രയൊന്നും വരുന്നില്ല എന്ന് വേണമെങ്കിൽ കരുതാം. നമ്മളിപ്പോൾ പല കാര്യത്തിനകത്തും സമസ്ത പോലെയും അല്ലെ കാന്തപുരം പോലെയുള്ള മത നേതാക്കന്മാർ അഭിപ്രായം പറയുമ്പോൾ ഇതുപോലെയുള്ള PFI പോലെയുള്ളയും SDPI പോലെയുള്ളയും ഏറ്റവും അവസാനം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഈ രാജ്യത്തിന് ആപത്താണ്. നാളെ കാലത്ത് ഇവരുടെ അജണ്ടയും ഇവരുടെ മതരാഷ്ട്രവാദവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണഘടന പിന്തുണയ്ക്കാത്തൊരവസ്ഥയും, അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറിയെ പിന്തുണയ്ക്കാത്ത അവസ്ഥയും ഇവിടുത്തെ മതേതര ജനാധിപത്യ സംവിധാനത്തെ തകർക്കുമെന്നും മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മാന്യമായിട്ട് മുസ്ലിമിൻ്റെ ജീവിത രീതി അനുസരിച്ച് അവരുടെ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നാളെ കാലത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്ന സമസ്ത പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. കാരണം അപകടമാണ് ഉണ്ടാകുന്നത്. കാരണം ഇവർ ഉരുത്തിരിക്കുന്ന കാര്യങ്ങൾ മുസ്ലിമിൻ്റെ കെയർ ഓഫിൽ വ്യാപകമാവുകയും ഒരു പക്ഷേ മുസ്ലിമിന് ഇന്ന് താമസിക്കുന്ന പോലെ ഇതേ സ്വാതന്ത്ര്യത്തിൽ ഇതേ ഭരണഘടന അനുവദിക്കുന്ന ആനുകൂല്യങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഇപ്പം തന്നെ ഇതിനകത്ത് വ്യക്തമായ പരാതിയാണ് വന്നിട്ടുള്ളൂ. പരാതി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ യുവ നേതാവ്, ദേശീയ നേതാവ് അല്ലേ, നാഷണൽ യൂത്ത് ലീഗ് നേതാവ് ഷമീർ പയ്യനങ്ങാടി, അയാളാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. IMLന്റെ ഞാൻ പറഞ്ഞില്ല, IMLന്റെ. അപ്പൊ അയാൾക്ക് അറിയാം എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതിനകത്ത് IMLനകത്ത് ഇയാളുടെ ഒരു ചേരിയും ഇയാൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ചേരിയും, അല്ലെങ്കിൽ ഇയാൾ ചില സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കുന്നു, അത് നേരാവണ്ണമല്ലെന്നുള്ള രീതിയിലേക്കുള്ള പരാതി വരുന്നത്. ഇപ്പം ഇതിനകത്ത് വ്യക്തമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ PFI 2047 ഇന്ത്യ മഹാരാജ്യം സായുധമായിട്ടാണെങ്കിൽ പോലും പിടിക്കാൻ തയ്യാറാക്കുന്ന രീതിയിൽ കോപ്പ് കൂട്ടി. അതായത് ഇന്ത്യക്കകത്ത് ഇന്ത്യയെ കലാപമുണ്ടാക്കി പിടിച്ചടക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് കോപ്പ് കൂട്ടുകയും ആയുധങ്ങൾ ശേഖരിക്കുകയും അത്തരത്തിൽ സംഘടന ഉണ്ടാക്കുകയും ഈ പറയുന്ന ഭീകര സംഘടനകളുമായിട്ട്, ഇന്ത്യക്ക് വെളിയുള്ള ഭീകര സംഘടനയുമായിട്ട്, ഇന്ത്യ നശിപ്പിക്കുന്ന ഭീകര സംഘടനയുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് കണ്ടാണല്ലോ ഇവരെ ജയിലിലടച്ചിരിക്കുന്നതും ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ജയിലിൽ കിടക്കുന്നു. അപ്പം ആ സംഘടന അന്ന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? എല്ലാ ഇതുപോലെയുള്ള ഭീകര സംഘടനകളും നമ്മൾ ഇറങ്ങുന്നത് വളരെ കൃത്യമായിട്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. വളരെ നേരത്തെ ഇതിനെപ്പറ്റി ആരോപണം ഉണ്ടായത്, ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ
ത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള NGOs അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള NGOs ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. നമ്മൾ നോക്കുമ്പോൾ അവിടെ വിദ്യാഭ്യാസത്തിന് വീടിൽ നിന്ന് മാർഗമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം, അല്ലെങ്കിൽ പുനരധിവാസം, ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള NGOs വരും. ഈ NGOസിനകത്ത് എല്ലാവരും സഹകരിച്ച് കഴിഞ്ഞിട്ട് ഈ NGOs ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു തിരുത്തി ഈ രീതിയിലേക്കുള്ള PFIയിലേക്ക് ആക്ട് ചെയ്യുന്ന അങ്ങനത്തുള്ള വളരെ കൂടുതൽ NGOs ഈ പറയുന്ന PFI നിരോധനത്തിന് ശേഷം കണ്ടെത്തുകയും ഈ NGOs കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഫണ്ട് ഭീകര സംഘടനകളുടെ ഫണ്ടാണെന്ന് വരികയും ഈ NGOs എല്ലാം കണ്ടുകെട്ടുകയും അവരുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലൊരു NGO ആയിരുന്നു ഇദ്ദേഹം, അതിൻ്റെ ഡയറക്ടർ ആയിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. അതായത് വ്യക്തമായിട്ട് ഏതാണ്ട് 60 കോടിയോളം രൂപ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന സംഘടനയുടെ റിഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ NGO 2008 മാർച്ച് 17 ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇതിനകത്ത് ഏതാണ്ട് 60 കോടിയോളം രൂപ കണക്കിൽ കവിഞ്ഞ അല്ലെങ്കിൽ നേരല്ലാത്ത രീതിയിൽ ഈ വിദേശത്തു നിന്ന് സ്വീകരിക്കുകയും ആ വിദേശ ഫണ്ടിന് ഈ പറയുന്ന ഭീകര സ്വഭാവമുള്ളതും അല്ലെങ്കിൽ അത്തരത്തിൽ സംഘടന ആയി മാറുകയും അതിനകത്തെ ഡയറക്ടറാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ ആ ഫണ്ട് ഉപയോഗിക്കുന്ന ആളാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന SDP വളർത്തുന്നതിനും PFI വളർത്തുന്നതിനും വേണ്ട രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കാഴ്ചവെക്കുകയും അല്ലെങ്കിൽ അതിന് സഹായം ചെയ്യുകയും ചെയ്തു. അതായത് സ്ലീപ്പർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഈ NGOയുടെ ഈ PFIയുടെ ഈ സ്ഥാപക നേതാവ് ഈ അബൂബക്കറാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ചെയർമാൻ. അപ്പോൾ ഇത് PFIയുടെ സാധനം തന്നെയാണ്. അപ്പോൾ PFIയുടെ സാധനത്തിന് ഈ INL എന്ന മറപറ്റി വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു മന്ത്രി. ഇയാൾ 2.5 കൊല്ലം മന്ത്രിയായിരുന്നു. ഇയാൾ 2.5 കൊല്ലം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒരു മന്ത്രിക്ക് ഒരു സംസ്ഥാനത്ത് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ച് ഒരു പക്ഷേ ഈ ഭീകര സംഘടനയെ വളർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതിന് ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ടാവും. അതായത് രാജ്യത്തെ നശിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലവട്ടം പറയുമ്പോൾ ഇപ്പം കേരള സ്റ്റോറി 2 ഒക്കെ വന്ന പേര് കേട്ടപ്പോഴത്തേന് ഇവിടെ ആൾക്കാർ രോമാഞ്ചം കൊള്ളുന്നു, ചാനലുകൾ പൊങ്ങിച്ചാടുന്നു, നിലത്ത് വീഴുന്നു ഒക്കെ കണ്ടു. ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത്. കേരളത്തിൽ ഇന്ത്യയിലുടനീളം ഇപ്പം നമ്മൾ പലയിടത്തു നിന്നും ഭീകരന്മാരെ പിടിക്കുമ്പോൾ ഈ ഭീകരന്മാരുടെ ഉറവിടം തേറി വരുമ്പോൾ അല്ലെ അവനെ ഏറ്റവും അവസാനം പറയും തങ്കപ്പൊക്കൊച്ചാണ്ടിനോട്ട് എനിക്കറിയാമെന്ന് പറയും. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ വാക്കര കൊഞ്ചാണ്ടിനെ എനിക്കറിയാമെന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും നാസറിനെ അറിയാമെന്ന് പറയും. അതായത് എല്ലാത്തിനും കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഇവിടെ നിന്നാണ് ഇതിൻ്റെ എല്ലാം സംഭവം. നമ്മൾ കണ്ടല്ലോ പലവട്ടം ഇവിടുത്തെ എത്ര പെൺകുട്ടികൾ ലൗകിക ജഹാദ് ഇല്ലെന്ന് പറയുമ്പോൾ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു പേരിലൊരു സംഭവം കോടതി തെളിയിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. ഇവിടുന്ന് എത്ര ഇവിടുന്ന് എത്ര പെൺകുട്ടികൾ വിദേശത്ത് പോയിട്ടുണ്ട്, എത്ര പെൺകുട്ടികളെ പ്രേമിച്ച് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ ഇവിടുത്തെ ഭീകരന്മാരെ വെടിവെച്ചപ്പം ഈ മലപ്പുറത്തു നിന്നുള്ളവരുണ്ടായിരുന്നു. അല്ലെങ്കിൽ 10-20 പേരന്ന് പോയതിന് ഏറ്റവും കൂടുതൽ എണ്ണം എടുത്തപ്പോൾ കേരളത്തിൽ നിന്നല്ലായിരുന്നു, അല്ലെങ്കിൽ ഭീകര സംഘടനയിലേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം കേരളത്തിൽ സംഭവിക്കുന്നു. ഏറ്റവും അവസാനം ഇസ്രായേലും അല്ലെങ്കിൽ പാലസ്തീനുമായിട്ടുള്ള വിഷയം വന്നപ്പോൾ ഇവിടെ അവന്മാരെ ആനപ്പുറത്ത് കയറ്റിയതാരാ? അപ്പൊ അതിനെല്ലാം ഇവിടെ ആളുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ അതിനെപ്പറ്റി എങ്ങാണ് ആരേലും പറഞ്ഞാൽ അതങ്ങ് രോമാഞ്ചം കൊള്ളുകയോ അങ്ങനെ പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഇത് ആൾക്കാർ തിരിച്ചറിഞ്ഞ് യുവമാരുടെ പണി ഇതാണെന്ന് മനസ്സിലാക്കി യുവമാരെ കരുതലോട് നിരീക്ഷിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ പണി നാളെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഏറ്റവും അവസാനം ഈ മന്ത്രിയുടെ പണി എന്തായിരുന്നു? ഇവൻ 2.5 കൊല്ലം മന്ത്രിയാ. ഇവൻ 2.5 കൊല്ലം മന്ത്രിയായിട്ടിരുന്നുകൊണ്ട് ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ PFIയുടെ പണിയല്ലേ? അപ്പൊ അതിന് വ്യക്തമായ തെളിവല്ലേ? അതിന്റെ നിരോധിച്ച അല്ലെങ്കിൽ PFIയുടെ നിരോധനത്തിന് ശേഷം PFIയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുകയും അവർ നടത്തിയിരുന്ന ഈ പറയുന്ന മനുഷ്യാവകാശത്തിന്റെ ലംഘനങ്ങളും അല്ലെ അതിന് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അതിന്റെ മറപറ്റി നടത്തിയിരുന്ന NGOസിനെയൊക്കെ നോക്കിയപ്പോൾ ഇയാള് ഡയറക്ടർ ആയിട്ടുള്ള NGO ആണിത്. അതിന്റെ ഡയറക്ടർ ബോർഡിന്റെ അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ PFIയുടെ ആദ്യകാലത്ത് സ്ഥാപകനാണ്. അപ്പൊ എല്ലാ രീതിയിലും ഈ പറഞ്ഞതുപോലെ മുൻ മന്ത്രി PFIക്കാരൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. ഇതുപോലെ ഇഴകീറി പരിശോധിച്ചാൽ ഈ പറയുന്ന പല നേതാക്കന്മാരും അല്ലെങ്കിൽ പലരും ഈ ഇതുപോലെ PFIക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇപ്പം സതീശനെടുത്ത് തോളെ വെച്ചുകൊണ്ട് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി കുഴപ്പമില്ല, ജമാഅത്ത് ഇസ്ലാമിയെ ഞാൻ വാഷിംഗ് മെഷീൻ ഇട്ട് കറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്, അവർക്ക് മതരാഷ്ട്രമില്ല, അല്ലെങ്കിൽ അവർക്കിപ്പം ഭരണഘടന അവർ അംഗീകരിക്കുന്നുണ്ട്, ഈ പറയുന്നത് പോലെ എൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് ഭരണഘടന അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജുഡീഷ്യറി അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു, ജനാധിപത്യ സംവിധാനത്തെ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു, കോൺഗ്രസിനെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുള്ളി
നയിക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ എല്ലാം പരിപാടി ഇതൊക്കെ തന്നെ. ഇപ്പൊ പിണറായി വിജയന്റെ സർക്കാരിനകത്താണെങ്കിൽ പോലും ഈ പണി നടത്താൻ വളരെ കൃത്യമായിട്ട് ആളുള്ളപ്പോൾ പരസ്യമായിട്ട് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞൊരു ജാഥയുമായിട്ട് സതീശൻ ഇങ്ങോട്ട് വരിക. ഇത് അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2047 ഇന്ത്യ മഹാരാജ്യം ഒരുപക്ഷെ PFIക്കാരന് പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും PFIക്കാരന് ചെറിയൊരാഗ്രഹം കേരളം പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടി വരും. ഏതായാലും ജനം ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഇതൊക്കെ പറയുന്നതിന്റെ കീഴിൽ വന്ന് കുറെ ഒന്നും ഇല്ലാത്ത കുറെ ഊക്കാണ്ടികൾ പറയും, നിങ്ങൾ മത തീവ്രവാദം വർദ്ധിപ്പിക്കുക, നിങ്ങളിരുന്ന് വിഷം തുപ്പുക. ആണ് ഈ വിഷം അവിടെ ഇരിപ്പുണ്ടെന്ന് നമ്മൾ പറയുന്നതാണ് കുഴപ്പം. വിഷം തുപ്പുകയെന്ന് നമ്മൾ തുപ്പുന്ന വിഷം കൊണ്ടാണ് ഇവിടെ എല്ലാം വിഷം ഈ PFI ഉണ്ടായതും അല്ലെങ്കിൽ ഈ 2047 വിഷയം ഉണ്ടായതും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായതും ഒക്കെ. അതാരാന്നറിയാമോ? വായിക്കുമ്പം ഈ ആരാ നമുക്കറിയാം, പക്ഷെ പേരെല്ലാം ഭാസ്കരൻ, കോന്നൻ, ശങ്കരൻ അല്ലെങ്കിൽ പ്രഭാകരക്കുറുപ്പ് അങ്ങനെയുള്ള പേരുകളാണ് വരുന്നത്. പക്ഷെ പ്രഭാകരക്കുറുപ്പിനകത്തോട്ട് കയറി ചെന്നാൽ നമുക്കൊരു നാസറിനെയും അല്ലെങ്കിൽ ഇതൊരു ബഷീറിനെയും മറ്റേ ഒരു സലാമിനെയും ഒക്കെ കാണേണ്ടി വരും. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ പോട്ടെ, പക്ഷെ നമ്മളിത് പറയും, കാരണം ഇത് ജനം അറിയണമല്ലോ. ഈ പണി ഒരുപക്ഷെ മുസ്ലിങ്ങൾ മൊത്തം നടത്തുന്നില്ലെങ്കിൽ പോലും ഈ പണി നടത്തുന്നവനെ എതിർത്ത് പറയുന്നത്, ഇപ്പൊ സമസ്തയുടെ നേതാവ് എതിർത്ത് പറഞ്ഞതുപോലെയും കാന്തപുരം പറഞ്ഞതുപോലെയും ഇവിടുത്തെ മുസ്ലിങ്ങൾ പരസ്യമായിട്ട് തള്ളിപ്പറയാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം.